അയ്യോ അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ ഇവിടെ നിന്നൊക്കെ ഏകദേശം എല്ലാതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടുത്തെ പയറ് പറിക്കൽ ചടങ്ങാണ് ഇപ്പൊ അപ്പാപ്പൻ ചെയ്യാൻ പോണത്. ഇവിടെ എങ്ങനെയാ പയറ് വന്നത് നമുക്ക് അപ്പം ഇവിടെ വെറുതെ ഇട്ടാൽ തന്നെ പയർ വരും. ഞാൻ ഇവിടുത്തെ ഒരു ഉണ്ടോ ഇവിടെ കുറേ പയറൊന്നുമില്ല. പ്രാവശ്യം പയർ കുറവാണ്. എന്നെ പിടിക്കേ. ഇവിടെ പന്നി കുത്തിയിട്ടുള്ള ഭയങ്കര ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണ്ടം വ്യൂ. കണ്ടം ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും കണ്ടോടാം. പക്ഷേ ഞങ്ങളുടെ കണ്ടം ഇത്തിരി ഉള്ളിലാണ്. ഇത്തിരി കുറച്ചധികം അകത്താണ് ഞങ്ങളുടെ കണ്ടം. അപ്പോൾ ഞങ്ങളുടെ കണ്ടത്തിൻ്റെ വിഷ്വൽസ് ആണിത്. ഇവിടെ ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടത്തിൻ്റെ ഈ കണ്ടത്തിന് വേണ്ടിയിട്ട് കണ്ടം നന്നായി നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതൊരു ഈ ദൈവമാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു കല്ലൊക്കെ വെച്ച് അവർ സെറ്റായിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ പയറൊക്കെ പറിച്ച് നടക്കണം. ഞാൻ അപ്പൻ്റെ പിന്നാലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട് എനിക്കൊരു കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ കുഴി പെടും. അതെ നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോവാം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ. എൻ്റെ തേനീച്ച വരില്ല ഇച്ചവൊക്കെ അങ്ങനെ ഗൈസ്. ഞാൻ അപ്പൻ്റെ കൈ പിടിച്ചിട്ട് വീണ്ടും നടക്കാൻ പോണ്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ അടുത്ത് ഇതാ ഒരു പയർ. ഞാൻ പയർ കണ്ടപ്പോൾ പോടെ ഞാൻ ആ പയറിനെ വിളിച്ച് നീട്ടി അമ്മേ എനിക്ക് കിട്ടുന്ന പയറൊക്കെ ഞാൻ എന്താ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിളിക്കുക ഇതാണ്ട് കുറേ പയറൊന്നും ചെറുതായിട്ടൊരു ഉറുമ്പ് കടി കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പയറൊക്കെ നിലത്ത് കിടക്കണു. എൻ്റെ കയ്യിൽ നിന്ന് ഉറുമ്പടി വന്നപ്പോൾ ഞാൻ നിലത്തിട്ടു ഗൈസ്. ഇവിടെ കുറച്ചധികം പയറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ എനിക്ക് പൊട്ടിക്ക ഇത് തേച്ചില്ല. കണ്ടോ ഒരു പയറിൻ്റെ പകുതി അവിടെയുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പയർ ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അടിയിൽ ശ്രദ്ധിച്ചില്ല. ഞാൻ സുഖമായി പോവാണ്. അടിയിൽ വിഷ്വൽസ് നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പം പറയുന്നത് ഇന്ന് കറി വയ്ക്കാൻ കിട്ടുന്ന നമുക്കിനി ആ വിഗ്രഹത്തിൻ്റെ അവിടെ എത്തിയിട്ടുള്ളതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കണ്ടത്തിൻ്റെ അറ്റത്തുള്ള ഇതാണ് അവിടെ നല്ല പേടിയാണ്. അനലിമരം എന്നാണ് എൻ്റെ പേര്. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അവിടെ കണ്ട ആ ഒരു വിഗ്രഹന്മാരുണ്ട്. കല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ പൂജ നടത്താറുണ്ട് എന്നാണ് അപ്പൻ്റെ എനിക്കറിയില്ല. പക്ഷെ അപ്പാപ്പൻ പറഞ്ഞത് ഇവിടെ നമുക്ക് റോഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ റോഡാണ്. ഭയങ്കര ഇവിടെ ഒരു പുഴയുണ്ട്. അത് കടന്നിട്ട് വേണം ഇവിടെ കണ്ടത്തിനൊക്കെ അതാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഇതാ അവിടെ അത്രയും ഇതിൻ്റെ പകുതി ഞങ്ങളുടെ കണ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ കണ്ടത്തിൻ്റെ വിഷ്വൽസ്. കണ്ടത്തിൻ്റെ പൂക്കളിനോട് തന്നെ ചോദിച്ചാലോ. അപ്പം നമുക്കിന്ന് നേരെ അവിടെ എത്തിയിട്ടുള്ളത് കാണാം. അല്ല കേസ് ഇതുണ്ട് റെഡ് കളർ പയർ. കേസ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വലിയ പയറാണ്. നാടൻ പയറെന്നാണ് തോന്നുന്നത്. കേസ് എനിക്ക് സത്യം പറഞ്ഞാലേ പച്ചപ്പയറാണ് നാടൻ, റെഡ് പയറാണ് നാടൻ തിരിച്ചറിയാത്ത ഒരാളാണ് ഞാൻ. 2-3 ഈ താഴെ നടക്കാൻ കൂടി കിട്ടുന്നില്ല. ഞാൻ ഓരോ വിഷ്വൽസ് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കൂടെ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാനില്ലേ 2 പയർ ഞാൻ പൊട്ടിച്ചു. നിങ്ങൾ കണ്ടോന്ന് 2 മൂക്കം പയർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൻ്റെ കൈ കൊടുക്കാൻ. അപ്പം ഞാൻ വലിയ പയർ പൊടിച്ചതിന് സന്തോഷം അപ്പൻ്റെ മുഖത്ത് ഉണ്ട്. ഞാനിപ്പോൾ വീണേ ഞാൻ ഉണ്ട് അക്ഷരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു തരും. അമ്മേ അച്ചോയ ഗുരുവായൂർ അച്ചോയ. ഇവിടെ ചൊറിഞ്ഞിട്ടിരിക്കുമ്പോഴുള്ള പണിയാണ് ഞാൻ ഇങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ പോകുന്നത്. ഇന്ന് ഫുൾ അപ്പത്തിൻ്റെ കൂടെ പോയാലോ എന്നൊരു ചിന്ത മനസ്സിൽ പൊട്ടി. രണ്ടെണ്ണം കിട്ടാൻ